ഈ മണ്ണ് നീക്കൽ സംവിധാനങ്ങൾ, ബുൾഡോസറിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ എവിടെ വരെ ആയിട്ടുണ്ട്? ദുരന്തഭൂമിയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. പ്രതീക്ഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ JCBയുടെ അവിടെയാണ്. ഈ മണ്ണ് മാറ്റിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. JCBയുടെ പ്രവർത്തനമൊക്കെ തന്നെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഏറ്റവും താഴെ നിലവരെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ മണ്ണ്, ഈ കോൺക്രീറ്റ് പാളിയൊക്കെ തന്നെ പൂർണ്ണമായും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനിടയിലും ആരും തന്നെ ഇല്ല എന്ന് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ചെളി, അതുപോലെ തന്നെ ചുടുകല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടുന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ, ഈ അപകടമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉണ്ടായിരുന്ന വാർഡിലും ചികിത്സയിൽ കഴിയുന്ന ആളുകളെയൊക്കെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് ജൂനിയർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വലിയൊരു പ്രയത്നമാണ്. കാരണം ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ചികിത്സയിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഈ സർജറി ഓർത്തോ വാർഡാണ്, കൈയും കാലും ഒക്കെ കമ്പിയിട്ട് കിടക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ തന്നെ എടുത്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് സമയം കൊണ്ട് അവിടെ നിന്ന് ഈ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഒക്കെ തന്നെ കൊണ്ടുപോയത്. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഈ നവമി എന്ന് പറയുന്ന പെൺകുട്ടി. നവമിയുടെ അമ്മയാണ് ബിന്ദു, 52 വയസ്സ് പ്രായം, തലയോലപ്പറമ്പ് സ്വദേശിയാണ് ബിന്ദു. ഈ നവമി കഴിഞ്ഞ 2 ദിവസം മുൻപ് ഈ കഴുത്ത് വേദനയുമായി ബന്ധപ്പെട്ടാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ വരുന്നത്. തുടർന്ന് അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നവമിയുടെ ബ്ലഡിന് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി, ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടി അച്ഛൻ പോയി. അതേ സമയത്ത് തന്നെ അമ്മ ബാത്റൂമിലേക്ക് പോയതാണ്. അമ്മ ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വരും എന്ന് കരുതി അതേ സമയത്താണ് ഈ അപകടം നടക്കുന്നത്. ആ സമയത്ത് ഫോൺ, അതിനുശേഷം ഈ അപകടം ഉണ്ടായതിനു ശേഷം നവമിയെ, ഇവിടെ ഉണ്ടായിരുന്ന ചികിത്സയിൽ കഴിയുകയായിരുന്ന ബെഡിൽ കിടന്ന നവമിയെ അരക്കെ ചേർന്ന് രക്ഷപ്പെടുത്തി ഇപ്പുറത്തെ ഭാഗത്തേക്ക്, സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഈ അമ്മയെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഫോൺ എടുത്തില്ല. പലതവണ ഫോൺ വിളിച്ചു. പക്ഷേ ഫോൺ അടിക്കുന്ന സമയത്തൊക്കെ അതിന് റിങ് അടിച്ചുകൊണ്ടിരുന്ന ഫോൺ റിങ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവർ കഴിഞ്ഞിരുന്ന ഈ വാർഡിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. അമ്മയുടെ അമ്മ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നതാണ് ഏറ്റവും ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. എന്തായാലും ഗുരുതരമായ രീതിയിലുള്ള അനാസ്ഥ, പ്രത്യേകിച്ച് തെരച്ചിലിന്റെ കാര്യത്തിൽ ഉണ്ടായി എന്നത് വാസ്തവമാണ്. 10:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. 10:30ക്ക് അപകടം നടന്ന് 1 മണി കഴിയുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ആളെ, കെട്ടിടത്തിന്റെ കോൺക്രീറ്റിന്റെ പാളികൾക്കിടയിൽ ഉണ്ടായിരുന്ന കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ എടുത്ത് അബോധാവസ്ഥയിലാണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ 2 മന്ത്രിമാർ ഇവിടെ വന്നു, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തി. ആ സമയത്ത് ഈ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, കൃത്യമായ രീതിയിലുള്ള തെരച്ചിൽ ആ സമയത്ത് തന്നെ, അപകടമുണ്ടായ ആ സമയത്ത് തന്നെ തുടങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നവമിയുടെ അമ്മയെ നമുക്ക് ഇന്ന് ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഗുരുതരമായ രീതിയിലുള്ള ഒരു തെരച്ചിലിന്റെ കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഏറ്റവും പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ മന്ത്രിമാരൊക്കെ തന്നെ പറഞ്ഞ ഒരു വാദമെന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, ഉപയോഗിക്കുന്നില്ല, ഇവിടെ ആരും തന്നെ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഈ ബാത്റൂമിൻ്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ അറിയാം, മുകളിലത്തെ നില, പ്രത്യേകിച്ച് മുകളിലത്തെ നിലയിലെ ബാത്റൂമൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം അവിടെ കൃത്യമായ രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാത്റൂം പ്രവർത്തിക്കുന്നത് കൊണ്ടാണല്ലോ നവമിയുടെ അമ്മയും ആ സമയത്ത് ബാത്റൂമിൽ പോയെന്ന് അച്ഛൻ തന്നെ അവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം അതിനോട് ഈ ബാത്റൂമിൻ്റെ ചുവരിനോട് ചേർന്ന് നിൽക്കുന്ന അപ്പുറത്തെ ചുവരുകളുണ്ട്. ആ ചുവരുകളൊക്കെ തന്നെ പൂർണ്ണമായും ആ കോൺക്രീറ്റ് പാളി പൂർണ്ണമായും താഴേക്ക് പതിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ആ കോൺക്രീറ്റ് പാളി, അതായത് ഈ മുകളിലത്തെ നിലയിലുള്ള ബാത്റൂമിന്റെ ചുവരിനോട് ചേർന്ന് നിൽക്കുന്ന അതേ ചുവരുകൾ ഈ വാർഡിന്റെ 12ാമത്തെ വാർഡിന്റെ ചുവരുകളാണ്. ആ ചുവര് അപ്പുറത്തെ ഭാഗത്തേക്ക്, അതായത് അത് പതിച്ചിരിക്കുന്നത് പുറത്തേക്കാണ് പതിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ ചുവര് പതിച്ചിരിക്കുന്ന അപ്പുറത്തെ സൈഡിലേക്കായിരുന്നു പതിച്ചിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ ഒക്കെ കാര്യം നമുക്ക് പറയാൻ വലിയൊരു അപകടത്തിലേക്ക് ഇത് പോയേനെ. ഏതൊക്കെ ഭാഗ്യം കൊണ്ട് ഒരുപക്ഷെ ആ കോൺക്രീറ്റ് പാളി ഇപ്പുറത്തെ ഭാഗത്തേക്ക് പതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഭാഗത്ത് നിന്നാണ് നേരത്തെ ഈ നവമിയുടെ അമ്മയുള്ള ബിന്ദുവിനെ, 52 വയസ്സുള്ള ബിന്ദുവിനെ കണ്ടെത്തുന്നത്. 1 മണി 10:30ക്കാണ് ഈ അപകടം നടന്നത്. ഏകദേശം 2.5 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് ബിന്ദുവിനെ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത്, തിരിച്ചെടുക്കാൻ കഴിയും. പക്ഷേ അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്, തിരച്ചിൽ വൈകി എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ, ഈ സ്ഥലത്തെ MLA കൂടിയായ മന്ത്രി ഷിനോജ്, നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്നത്, സാധാരണ ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ, അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടേക്ക് മന്ത്രിമാരും മറ്റുള്ളവരുമൊക്കെ ഓടി എത്താൻ വൈകും. പക്ഷേ അതിവേഗതയിൽ തന്നെ 2 മന്ത്രിമാർ അവിടേക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയുള്ള ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലയിലെ മന്ത്രിയടക്കം അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിട്ട് കൂടി ഈ സിസ്റ്റത്തിൻ്റെ പാളിച്ച അത് എങ്ങനെ പറ്റിയെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യവും അത്ഭുതവും അപലപനീയവുമാണ് എന്ന് നമുക്ക് 100% പറയേണ്ടി വരും. അതാണ് ആ ആരോഗ്യ രക്തസാക്ഷിയാണ് ബിന്ദു എന്ന 52 വയസ്സുകാരി എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും.